മുഖ്യമന്ത്രി തന്നെ ഗവർണറെ കാണുകയും യൂണിവേഴ്സിറ്റിക്കകത്ത് തുടരുന്ന പ്രശ്നങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും നിയമമന്ത്രി എന്ന നിലയിൽ ഞാനും മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയതനുസരിച്ച് ഗവർണറുമായി ചർച്ച ചെയ്തത്. ആ ചർച്ച വളരെ നല്ല രീതിയിലായിരുന്നു. അദ്ദേഹം പല കാര്യങ്ങളും അംഗീകരിച്ചിരുന്നു. അത് തുടരുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടിയിരുന്നത്. പക്ഷേ അവന് ഘടകവിരുദ്ധമായിട്ട് നിലപാട് ഈ തീരുമാനത്തിലൂടെ വന്നിരിക്കുന്നു. സുപ്രീം കോടതി വിധി വന്ന ഉടൻ തന്നെ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രേഖാമൂലം തന്നെ ബഹുമാനായ ഗവർണർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. സുപ്രീം കോടതി വിധിയുടെ അന്തസ്സത്തയ്ക്കകത്തും ഇന്ന് സർവകലാശാലയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും നിയമവകുപ്പ് മന്ത്രിയെയും ചർച്ചയ്ക്ക് വേണ്ടി ചുമതലപ്പെടുത്തിക്കൊണ്ട് രേഖാമൂലം കത്ത് നൽകിയിട്ടുണ്ട്. അപ്പൊ സംസ്ഥാന ഗവൺമെന്റ് നേരത്തെ തന്നെ ഈ വിധിക്കനുസരിച്ച് അന്തസ്സത്തയുടെ അത് തന്നെയാണ് നിലപാട് സ്വീകരിച്ചിരുന്നത്. വിധി വന്നതിന് ശേഷം രേഖാമൂലം ആ നിലപാട് സ്വീകരിച്ചു. അതോടൊപ്പം തന്നെ സുപ്രീം കോടതി വിധി ഉദ്ധരിച്ചുകൊണ്ട് നേരത്തെ കൊടുത്ത ലിസ്റ്റ് ഉള്ളപ്പോൾ തന്നെ സുപ്രീം കോടതി വിധിയുടെ പാരഗ്രാഫുകൾ വരെ ഉദ്ധരിച്ചുകൊണ്ട് ഈ ലിസ്റ്റ് പാനലിൽ നിന്ന് ഒരാളെ നിശ്ചയിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ അത് പൂർണ്ണമായും തള്ളിക്കളയുന്ന ഗവർണർ ചാൻസലർ എം.എൽ.എ നിർവഹിക്കുന്ന ഉത്തരവാദിത്വം സുപ്രീം കോടതി വിധിയോടുള്ള വെല്ലുവിളിയാണ്. സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കും. അപ്പൊ ചാൻസലറാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് ഇപ്പോൾ പ്രകടമായിരിക്കുന്നു. നിയമ യൂണിവേഴ്സിറ്റി ഉണ്ട് നമ്മുടെ സംസ്ഥാനത്ത്. ആ നിയമ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ ബഹുമാനായ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. പുതിയ ചീഫ് ജസ്റ്റിസ് ചാർജ് എടുത്തു. അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ നിയമ യൂണിവേഴ്സിറ്റിക്ക് സ്ഥിരം വൈസ് ചാൻസലർ വേണം. അവന്റെ നിലവാരം ഇടിയുന്ന പ്രശ്നമുണ്ട്. അത് ഉടൻ തന്നെ അംഗീകരിച്ചു. അതിനകത്ത് സെർച്ച് കമ്മിറ്റി വന്നു. നല്ല രീതിയിൽ ആ നിയമനം നടന്നു. അപ്പൊ ചാൻസലർ എന്ന നിലയിൽ ഗവർണർ ഇല്ലാത്ത കേരളത്തിലെ ഏക യൂണിവേഴ്സിറ്റിയിൽ വളരെ സമാധാനപരമായി ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ ഗവർണർ എന്ന പദവിയിൽ ചാൻസലറായിരിക്കുന്ന മറ്റെല്ലാ യൂണിവേഴ്സിറ്റികളിലും ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നു. അത് ഒരാളും ധൈര്യപ്പെടാത്ത കാര്യമാണ്. സുപ്രീം കോടതി വിധിയുടെ അന്തസ്സത്തെയും സുപ്രീം കോടതി വിധിയുടെ പൂർണ്ണമായും വെല്ലുവിളിക്കുന്ന ഒരു സമീപനം ഭരണഘടനാ പദവിയുള്ള ഒരാൾ സ്വീകരിച്ചിരിക്കുന്നത് ഇത് അതീവ ഗൗരവമായി തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. സുപ്രീം കോടതി ഇപ്പോൾ കേസ് പരിഗണിക്കുന്നുണ്ടല്ലോ. സുപ്രീം കോടതി കേസ് പരിഗണിക്കും. ഞങ്ങളത് എല്ലാ വശവും ചർച്ച ചെയ്യും. രേഖാമൂലം തന്നെ ചാൻസലർ അറിയിച്ചിട്ടുള്ളതാണ്. സുപ്രീം കോടതി വിധി ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങളൊരു കത്ത് കൊടുക്കുന്നു. സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നു. സാധാരണഗതിയിൽ ആ വിധിയുടെ അന്തസ്സത്തയിലാണ് ചാൻസലർ നിൽക്കുന്നതെങ്കിൽ ചാൻസലർ എന്ത് ചെയ്യണം? ഇങ്ങനെ വിധി വന്നിട്ടുണ്ട്, നിങ്ങളുടെ ലിസ്റ്റുണ്ട്, എന്തായാലും ചർച്ച ചെയ്യണമല്ലോ, നമുക്ക് എങ്ങനെയാണ് ഈ താൽക്കാലിക വൈസ് ചാൻസലർ നിയമിക്കേണ്ടത്, എനിക്ക് ഈ അഭിപ്രായം ഉണ്ട് എന്ന് അദ്ദേഹത്തിന് ചർച്ചയിലൂടെ പറയാമല്ലോ. അപ്പൊ സുപ്രീം കോടതി പറഞ്ഞിട്ടും ഞാൻ ചർച്ചയ്ക്ക് തയ്യാറല്ല, ഞാൻ എന്റെ തന്നിഷ്ടം പോലെ ചെയ്യും എന്നൊരു ചാൻസലർ പ്രഖ്യാപിക്കുന്നത് ആക്ച്വലി ഈസ് ചലഞ്ചിങ് ദ സുപ്രീം കോടതി വെർഡിക്ട്, ഈസ് ചലഞ്ചിങ് de facto is challenging the spirit of the Supreme Court verdict, and this act is done by a person who is holding a constitutional position.